ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൂവപ്പൊടി കൊണ്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. ഈ ചൂട് സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമ്മൾക്കിത് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. കൂവപ്പൊടി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾക്ക് വേണ്ടത് കുറച്ച് ചിയ സീഡ്സ് ആണ്. 1 സ്പൂണോ 2 സ്പൂണോ ചിയ സീഡ്സ് എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കണം. ഇതിന് നമ്മൾ ചിയ സീഡ്സ് എന്നും പറയും, കസ്കസ് എന്നും പറയും. അതവിടെ സോക്കാവാൻ വെക്കാം. അതിനുശേഷം ഒരു ബൗളിൽ 2-3 സ്പൂൺ കൂവപ്പൊടി എടുക്കണം. കൂവപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. ഇത് കട്ട കെട്ടാതെ നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ മതി. പിന്നെ ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായി അരിച്ചെടുക്കണം. പിന്നെ അതിലെന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അടുപ്പിൽ വെച്ച് ചെറുതീയിൽ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കുമ്പോൾ അത് നന്നായി അതിൻ്റെ കളർ മാറുന്നത് കാണാം നമുക്ക്. ആവശ്യമെങ്കിൽ പെട്ടെന്നത് കട്ട പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. തീ കൂട്ടിയിടണ്ട. അത് ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വേഗം അത് അടിയിൽ കരി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് കുക്കായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടോ? അതിൻ്റെ കൂവപ്പൊടിയുടെ ആ കളറൊക്കെ മാറി അതൊരു വേറെ ഒരു ട്രാൻസ്പെറൻറ്റ് നമ്മുടെ സാധാരണ വാട്ടറിൻ്റെ ഒരു കളറിലേക്ക് വരുന്നത് കാണാം. ഇപ്പോൾ നോക്ക്, ഇത് ഫുള്ളായി കുക്കായി കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് അത് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. അതൊന്ന് തണിയുമ്പോൾ ഇനിയും കുറച്ചും കൂടെ കട്ടിയാകും. അത് കുഴപ്പമില്ല. നമ്മളത് മിക്സിയിൽ ഒന്ന് അടിക്കണം. ഇപ്പോൾ ആ കൂവപ്പൊടി കാച്ചി വെച്ചിട്ടില്ലേ, അത് നന്നായി തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ കൂവപ്പൊടി മിക്സ് ഒഴിക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ. വേണമെങ്കിൽ വേറെ ഏതെങ്കിലും എസൻസ് വേണമെങ്കിൽ ചേർക്കാം. പൈനാപ്പിൾ എസൻസ് ഉണ്ട്, പിസ്ത എസൻസ് എല്ലാം ചേർക്കാവുന്നതാണ്. പിന്നെ മധുരത്തിനാവശ്യമായിട്ട് 2-3 സ്പൂൺ പഞ്ചസാരയും ചേർത്തു. അതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് മിക്സി നന്നായിട്ട് അടിച്ചെടുക്കണം.
അങ്ങനെ നമ്മുടെ കൂവപ്പൊടി മിക്സ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് എങ്ങനെ സെർവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി ഒരു പാത്രമോ അല്ലെങ്കിൽ ജഗ്ഗോ എടുത്തിട്ട് കുറച്ച് ഞാനൊരു ഹാഫ് ആപ്പിൾ ചീകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്യണം. പിന്നെ അതിലേക്ക് ആപ്പിൾ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസില്ലേ, കസ്കസും പിന്നെ മാതളം പഴവും, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇഷ്ടം ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പിസ്തയും ബദാമും കാഷ്യൂ നട്ട്സും ആണ്. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഐസ് ക്യൂബ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം തന്നെ തണുപ്പോടെ കുടിക്കാൻ പറ്റും. ഞാനത് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് എളുപ്പം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. കുടിക്കുമ്പോൾ ഇത് കൂവപ്പൊടി കൊണ്ടുണ്ടാക്കിയതെന്ന് പറയുകയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.